ഹായ് ഹലോ, ഇന്ന് നമ്മൾ പോർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ഛൻ രാവിലെ തന്നെ പോയി പോർക്ക് വാങ്ങിയിട്ട് വന്നു കേട്ടോ. നമ്മൾ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല കേട്ടോ നമുക്ക്. അതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ട് വാങ്ങിയിട്ട് വന്നു. പുറത്ത് വെച്ച് അമ്മ പറഞ്ഞ് പുറത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോയും കൂടി എടുക്കാമല്ലോ എന്ന് ഓർത്ത്. വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പം അമ്മ സവാള വരെ ഇട്ട് കഴിഞ്ഞ്. നമ്മൾ ഉരുളിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണം അതും ഇട്ട് കുറച്ചൊന്ന് വഴറ്റിയിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് അതും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് വഴറ്റി. സവാള അരിഞ്ഞ് വെച്ചത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നേ. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റണം. അതിങ്ങനെ നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറായിട്ട് നന്നായിട്ട് വഴറ്റണം. നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിതിവിടെ പണി ചെയ്യുമ്പോഴത്തേക്ക് അണ്ണാമാർ കുറേ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അതിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത് എന്താണ് സംഭവം എന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇതിൻ്റെ പൊടികളൊക്കെ ചേർക്കണം. സവാള നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് വേണേൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റി അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അതിൻ്റെ മസാലയുണ്ടല്ലോ, മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്തത്. മീറ്റ് മസാലയും കുറച്ച് ചേർത്ത് അതും നന്നായിട്ട് വരണം. അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ നന്നായിട്ട്. അതുപോലെ അതും വഴറ്റി വരണം. എന്നിട്ട് കുറച്ച് നമ്മളത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പിന്നെ ചെറുതായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ. നമ്മളിങ്ങനെ വഴറ്റി അങ്ങനെയുള്ളതിലോട്ടൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാതിരിക്കും നല്ലത്. ഞാൻ ആദ്യമൊക്കെ സാധാ വെള്ളം ഒഴിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ ചേച്ചീൻ്റെ ചാനലില്ലേ, അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ, പക്ഷെ അമ്മ ചൂടുവെള്ളം തന്നെ ഒഴിച്ചോളൂ, ഞാനത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ആദ്യമൊന്നും. നമ്മൾ പിന്നെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പോർക്ക്. പക്ഷെ അത് ഒന്നും കൂടെ അമ്മ കഴുകി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഉടഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു, നന്നായിട്ട് കിടന്നോളൂ എന്ന് പറഞ്ഞു. കറിക്കകത്ത് പീസൊക്കെ നല്ലപോലെ കിടന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതും കൂടെ ഇട്ട് നമ്മൾ ഈ മസാല ഉണ്ടാക്കി വെച്ചത് നന്നായിട്ട് അതിലേക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് ഇളക്കി കുറച്ച് പിന്നെയും ചെറുതായിട്ട് ഇച്ചിരിയും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ തീ കത്തണം കേട്ടോ. തീ നന്നായിട്ട് കത്തണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് അടച്ച് വെച്ചു കേട്ടോ. അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പിട്ടു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അമ്മ കുറച്ച് ഉപ്പും ആവശ്യത്തിന് അതിലേക്ക് നമുക്കറിയാമല്ലോ നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ച് വെക്കണം. തീ നന്നായിട്ട് കത്തണ്ടെന്ന് നോക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ പോർക്ക് റെഡിയായി. സൂപ്പറായിട്ട് നല്ല കളറൊക്കെ വെച്ച് വന്ന്. അപ്പം അമ്മ രാവിലെ തന്നെ പുഴുക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പോർക്കുമായിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ.